ഡൽഹി വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ അവളുടെ കയ്യിൽ ഒളിമ്പിക്സ് മെഡലുകൾ ഉണ്ടായിരുന്നില്ല. തോറ്റുപോയതിന്റെ സകല സങ്കടവും പേറിയുള്ള വരവ്. എന്നാൽ ചുറ്റിനും കൂടിയ മനുഷ്യർ അവളോട് വിളിച്ചു പറഞ്ഞു, തോറ്റുപോയിട്ടില്ല, തോറ്റുപോകാൻ അനുവദിക്കുകയുമില്ല. വീരോചിതമായിരുന്നു ആ വരവേൽപ്പ്. ഒരു വിജയിക്കും കിട്ടാത്തത്രയും വൈകാരികമായ ചേർത്ത് പിടിക്കൽ. ഗ്രാം ഭാരം കൂടിയതിന്റെ പേരിൽ ഒളിമ്പിക്സ് 50 കിലോ ഗുസ്തി മത്സരത്തിന്റെ ഫൈനലിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ടതിനു ശേഷം വൈകാരികമായി തളർന്നു പോയിരുന്നു വിനേഷ് ഫോഗട്ട്. ഇനി ഗോദയിലേക്കില്ലെന്ന വിനേഷിന്റെ പ്രഖ്യാപനം രാജ്യം സങ്കടത്തോടെ കേട്ടുനിന്നു. വിനേഷ് ഫോഗട്ടിന്റെ കഥ ഇവിടെ അവസാനിക്കുകയാണോ? അല്ലെന്ന് ആ ജീവിതമറിയുന്നവർ തറപ്പിച്ചു പറയും. ഗോദയിലായാലും തെരുവിലായാലും പോരാടിയാണ് വിനേഷിന് ശീലം. ആ പോരാട്ടം ഇനി രാഷ്ട്രീയത്തിലാണോ? അങ്ങനെയാണെങ്കിൽ വിനേഷ് ഫോഗട്ടിന്റെ കഥ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. വിനേഷ് ഫോഗട്ട് രാഷ്ട്രീയത്തിലിറങ്ങുമെന്ന പ്രചാരണം നേരത്തെയുണ്ട്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ പ്രചാരണത്തിന്റെ ശക്തി വർദ്ധിക്കുന്നു. പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ജന്മഗ്രാമത്തിൽ വെച്ചുള്ള പ്രഖ്യാപനം കൂടി വന്നതോടെ രാഷ്ട്രീയ പാണന്മാർ ആവേശത്തിലാണ്. വിനേഷിനെ സ്വീകരിക്കാൻ ഹരിയാനയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് ദീപേന്ദർ സിംഗ് ഹൂഡ എത്തിയതാണ് പ്രചാരണത്തിന് ആക്കം കൂട്ടിയത്. ഡൽഹിയിൽ നിന്ന് ഹരിയാനയിലെ ഗ്രാമത്തിലേക്കുള്ള വിനേഷിന്റെ യാത്രയിൽ ആദ്യാവസാനം ഹൂഡയുമുണ്ടായിരുന്നു. ബ്രിജ്ഭൂഷൺ ചരൺ സിംഗിനെതിരെ ഗുസ്തി താരങ്ങൾ സമരം നടത്തിയ സമയത്ത് ഹരിയാനയിലെ കർഷക നേതാക്കൾ പൂർണ്ണ പിന്തുണയുമായി എത്തിയിരുന്നു. മെഡലുകൾ ഗംഗയിലൊഴുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് താരങ്ങളെ പിന്നോട്ടു പോകാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകവും രാകേഷ് തിഗായത്ത് അടക്കമുള്ള കർഷക നേതാക്കളുടെ ഇടപെടലായിരുന്നു. ഗുസ്തി താരങ്ങളുടെ സമരം ഹരിയാനയിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ്. കർഷക പ്രക്ഷോഭത്തിനും ഗുസ്തി താരങ്ങളുടെ സമരത്തിനും ഒപ്പം നിൽക്കുകയാണ് ജാട്ട് വിഭാഗം. ഹരിയാനയിൽ ജാട്ടുകൾ ഒരു പ്രധാന വോട്ട് ബാങ്കാണ്. അതുകൂടി കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ഗുസ്തി താരങ്ങളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തുള്ളത്. കർഷക സമരത്തിൽ വിരണ്ടുപോയ BJP ആകട്ടെ ജാട്ടിതര വോട്ടുകൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമത്തിലും. വിനേഷ് ഫോഗട്ടിന്റെ മെഡൽ നഷ്ടം ഹരിയാനയിൽ തിരിച്ചടിയുണ്ടാക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് വിഷയത്തിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ പ്രധാനമന്ത്രി മോദിയുടെ ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടായതെന്ന വിലയിരുത്തലുമുണ്ട്. വിനേഷ് ഫോഗട്ട് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വച്ചാൽ ഹരിയാനയുടെ രാഷ്ട്രീയ ഭൂപടം മാറിമറിഞ്ഞേക്കാം. രാജ്യത്തെ വലിയൊരു വിഭാഗം യുവജനത വിനേഷിന്റെ പിന്നിൽ അണിനിരന്നേക്കാം. കളിക്കളത്തിലെ കരിയർ അവസാനിപ്പിച്ചതിനു ശേഷം റിട്ടയർമെന്റ് കാലത്ത് രാഷ്ട്രീയത്തിലിറങ്ങിയ പ്രമുഖ താരങ്ങളെ പോലെയായിരിക്കില്ല വരവ്. നിലനിൽപ്പിന് വേണ്ടി മനുഷ്യർ മുഴക്കിപ്പോകുന്ന മുദ്രാവാക്യങ്ങൾക്ക് കരുത്തു കൂടുമെന്നതിന് കാലം സാക്ഷി.